കേരളത്തിലെ മെമ്പർഷിപ്പ് വിതരണം മിനിയാന്ന രാത്രിയിൽ അവസാനിച്ചതാണ്. ഇടുക്കിയിലെ മെമ്പർഷിപ്പ് വിതരണത്തിൻ്റെ സമാപനം സ്വീകരണം നടന്നത് തൊടുപുഴയിലാണ്. മിനിയാന്ന രാത്രി 10 മണിയോടുകൂടി അവസാനിച്ചു. എന്നാൽ ഇന്നലെ കുമളി പഞ്ചായത്തിലെ വെള്ളാരംകുന്നിൽ ചെറിയാൻ ചുള്ളിക്കൽ, അവിടുത്തെ മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറിയാണ്, ചെറിയാൻ ചുള്ളിക്കലും അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ റോബിൻ കാരക്കാട്ട്, ഇവർ രണ്ടുപേരും കുറച്ച് സഹചാരികളും കൂടിയിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന വിവരം ഞങ്ങൾ അറിഞ്ഞു. കുമളിയിലെ പത്രക്കാരെ വിളിച്ച് വിവരം അവിടുത്തെ പാർട്ടിക്കാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അവരാ മെമ്പർഷിപ്പ് ശേഖരിച്ച് 1000-ഓളം മെമ്പർഷിപ്പ് ജോബി ആനിത്തോട്ടം എന്ന് പറയുന്ന ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ സവാരി വാഹനത്തിൽ അവിടെ നിന്ന് വൈകുന്നേരം കൊണ്ടുപോകും. ഈ വിവരം ഞങ്ങൾ അറിഞ്ഞാണ് ഇവിടെ ഇന്നലെ പൂർണ്ണമായി മെമ്പർഷിപ്പ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള കളരിക്കൽ ലോഡ്ജിൽ ഞങ്ങളുടെ കാവൽ നിൽക്കാൻ കാരണം അതാണ്. ഇന്നലെ രാത്രിയിൽ ഒരുപോലെ കണ്ണുപോലും ഉറങ്ങാതെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ്, ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളതാണ്. കഴിഞ്ഞ 2010 തെരഞ്ഞെടുപ്പിൽ 27,000 മെമ്പർഷിപ്പാണ് ഈ ജില്ലയിൽ മൊത്തമായിട്ടുള്ളത്. അന്ന് വിഭാഗത്തിന് 5,000 മെമ്പർഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം 64,225 മെമ്പർഷിപ്പാണ് മൊത്തം വിതരണം നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ 30,000-ന് മുകളിൽ മെമ്പർഷിപ്പ് വിഭാഗം, വിശാല വിഭാഗം, രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ വിഭാഗം വിതരണം ചെയ്തിട്ടുണ്ട്. അത് അട്ടിമറിക്കാനാണ് മിനിയാന്ന് രാത്രി 10 മണിക്ക് മെമ്പർഷിപ്പിന്റെ ക്ലോസിംഗ് കഴിഞ്ഞതിന് ശേഷം അവർ മെമ്പർഷിപ്പ് ചേർത്ത് വെള്ളാരംകുന്നിൽ മാത്രമല്ല ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ അവർ നടത്തിയിട്ടുണ്ട്. ഒരു തെളിവായി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ മെമ്പർഷിപ്പ് ഇവിടെ വന്നു, അവർ വാഹനം ഇടയ്ക്ക് വെച്ച് മാറി. പിന്നീട് ഒരു സ്കോർപിയോയിലും ഒരു സ്വിഫ്റ്റ് വണ്ടിയിലുമാണ് അവിടെ നിന്ന് നീങ്ങി ഇതിലെ വന്ന് കുറച്ച് നേരം ഇതൊന്ന് റൗണ്ട് ചെയ്തതിനു ശേഷം TC ബാറിന്റെ പുറകിൽ കൊണ്ടുപോയി വാഹനം ഒതുക്കി. അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാതെ ഞങ്ങളിവിടെ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇവിടെ വന്നില്ല വാഹനം. ഞങ്ങളവിടെ പൂർണ്ണമായി ഇവിടെ കാവൽ നിന്നു. വെഹിക്കിൾ സഹിതം ഞങ്ങൾ കവർ ചെയ്താണ് നിന്നത്. ഇന്നലെ രാത്രി വന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് D. കുര്യാക്കോസിന്റെയും ജിയോ മാർട്ടിന്റെയും നേതൃത്വത്തിൽ ഇവിടെ വന്ന് ബഹളമുണ്ടാക്കി. റിട്ടേണിംഗ് ഓഫീസർ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ബോഗസായി ഒരു മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്തു, ഇനി മെമ്പർഷിപ്പ് കയറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ റീജിയണൽ റിട്ടേണിംഗ് ഓഫീസർ വന്നിപ്പോൾ ചർച്ച കഴിഞ്ഞു. ഇപ്പോൾ പ്രദേശ റിട്ടേണിംഗ് ഓഫീസർ ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരും. ഞങ്ങളുടെ ആവശ്യം ഒന്നേ ഉള്ളൂ, മിനിയാന്ന് മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്തതാണ്. ഇനി മെമ്പർഷിപ്പ് അക്സെപ്റ്റ് ചെയ്യുന്ന പ്രശ്നമില്ല. ബോഗസായി ഇനി മെമ്പർഷിപ്പ് കൊണ്ടുവന്ന് അകത്ത് കയറ്റാൻ ശ്രമിച്ചാൽ ഞങ്ങൾ തടയും. അതിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഇന്നലെ കാസർഗോഡ് DCC ഓഫീസിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് 20,000-ഓളം മെമ്പർഷിപ്പ് 7 വിഭാഗക്കാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇത് ഡെമോക്രാറ്റിക് പ്രോസസ്സാണ്. കേരളത്തിലെ യുവജനങ്ങളുടെ മാൻഡേറ്റ് എടുക്കുന്ന സമയമാണ്. വിഭാഗത്തിലാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഭൂരിപക്ഷം. 123 വോട്ടിനാണ് M. ലിജു കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്ഷിപ്പ് നഷ്ടം വന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2010 തെരഞ്ഞെടുപ്പിൽ രുക്മിണി എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നിന്ന് വന്ന ARO വെച്ചുകൊണ്ട് അവര് 50,000 രൂപ കൈക്കൂലി വാങ്ങി. ഞാൻ വ്യക്തമായി ക്ലിയർ കട്ടായി ആരോപണം ഉന്നയിക്കുന്നു. അവര് പണം കൈപ്പറ്റി ഞങ്ങളുടെ അർഹതപ്പെട്ട ആളുകളുടെ മെമ്പർഷിപ്പുകൾ എടുത്ത് നശിപ്പിച്ചു. വോട്ട് ചെയ്യേണ്ട ആളുകളെ ഇല്ലാതാക്കി. പലരുടെയും അർഹതപ്പെട്ട ആളുകൾക്ക് സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം 123 വോട്ടിന് M. ലിജു സംസ്ഥാന പ്രസിഡന്റ് ഇപ്പം നഷ്ടം വന്നത്. ആ നഷ്ടം വന്ന മണ്ണാണ് ഇടുക്കിയിലെ മണ്ണ്. ഇടുക്കിയിലെ വോട്ടർമാരുടെ കുറവ് കൊണ്ടാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്ഷിപ്പ് വിഭാഗക്കാർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇപ്പോ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം, വ്യക്തമായ മേൽക്കൈ ഞങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനെ ബോഗസായി, അതിനെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന് വരുത്താനാണ് അവർ ശ്രമിക്കുന്നത്. അത് ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ നേരിടുക തന്നെ. ഇതിലൂഷ്യമായ ചില പ്രവണതകൾ 2-3 ദിവസങ്ങളിലായി തൊടുപുഴയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലുള്ള മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞപ്പോൾ മെമ്പർഷിപ്പിന്റെ എണ്ണത്തിൽ തന്നെ 100% തോൽവി ഉറപ്പാക്കിയ ഒരു സംഘം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങളാണ് തൊടുപുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 1 കോടി രൂപ മുടക്കി ഒരു വിഭാഗത്തെ പരിപൂർണമായി ഇല്ലായ്മപ്പെടുത്തുമെന്നും ഗുണ്ടാ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട്
ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുമെന്നും പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ ചിലർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾക്കറിയില്ല ഇവിടെ എന്താണ് പ്രശ്നം. 64,000-ൽ പരം മെമ്പർഷിപ്പുകൾ ഇടുക്കി പാർലമെന്റ് നിയോജകമണ്ഡലത്തിലുണ്ടായി. അത് കഴിഞ്ഞ കാലങ്ങളിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായി പുതിയ ചെറുപ്പക്കാർ 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാർ ഈ സംഘടനയിൽ അംഗത്വമെടുത്തതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്, അല്ലാതെ വെറുതെ ഉണ്ടായതല്ല. പക്ഷേ അതിൽ കുറെ ആളുകളെ എതിർ ചേരിയിൽ നിന്നും, ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിവൈഎഫ്ഐ പോലെയുള്ള എതിർ പ്രസ്ഥാനക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട്, ഈ നാട്ടിലെ ഗുണ്ടാ സംഘങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട്, ഈ നാട്ടിലെ സാമൂഹ്യ വിരുദ്ധരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒക്കെ യൂത്ത് കോൺഗ്രസിൽ അംഗത്വമെടുപ്പിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, അത് തെളിയിക്കപ്പെടാൻ പോവുകയാണ്. അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പിടിച്ചെടുക്കാമെന്ന് ദിവാസ്വപ്നം കണ്ടവർ ഇപ്പോൾ മെമ്പർഷിപ്പിന്റെ അംഗസംഖ്യ കണ്ടപ്പോൾ, യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ നേതൃത്വത്തിൽ യഥാർത്ഥ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിജയിച്ചു വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്ന് തീരുമാനിച്ചതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഗുണ്ടാ സംഘങ്ങളെ ഇറക്കിയിട്ടുള്ളത്. ഇവിടെ മെമ്പർഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ലോഡ്ജ് മുറികളിൽ മുഴുവൻ കേരളത്തിലെ അറിയപ്പെടുന്ന ഗുണ്ടാ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരാണ്. ആയി സജിയുടെ ഗുണ്ട ഉൾപ്പെടെ അനൂപ് കേശവൻ എന്ന് പറയുന്നയാൾ, മറ്റൊരു ഗുണ്ടാ സംഘം, ഇന്നലെ എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസിദ്ധമായ ഗുണ്ടാ സംഘത്തിന്റെ നേതൃത്വത്തിൽ 5-6 അതിലധികം വരുന്ന ആളുകൾ ആയുധവുമായി ബന്ധപ്പെട്ട് ഒരു സ്കോർപിയോ വാനിൽ തൊടുപുഴയിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെയായി ബന്ധപ്പെട്ട് തൊടുപുഴ പോലീസിൽ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളതാണ്, ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ തെരഞ്ഞെടുപ്പ് 100% നിഷ്പക്ഷമായി നടത്തണം. ഈ തെരഞ്ഞെടുപ്പ് സത്യസന്ധമായി നടത്തണം. ഇവിടെ ആർക്കും ഒന്നും മറച്ചു വെക്കാനില്ല. ഇവിടെ എന്തിനാണ് പേടിക്കുന്നത്? ഇവിടെ 64,000 മെമ്പർഷിപ്പ് ഉണ്ടായതിൽ ആ മെമ്പർഷിപ്പിൽ നിന്നും നേതൃത്വം ഉണ്ടായി വരണം. ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വം ഉണ്ടായി വരണം എന്ന ആവശ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഇച്ഛാനുസരണം പ്രവർത്തിക്കുവാൻ വേണ്ടി ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊന്നും ഇതിനെ സംബന്ധിച്ച് പറയാനില്ല. 100% നീതിപൂർവമായ തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കേണ്ടത്. പക്ഷേ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംഘടനാ നേതൃത്വത്തിന് മുൻപിൽ ചില പരാതികൾ ബോധിപ്പിക്കാനുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം പ്രസിഡന്റ് അതിക്രൂരമായ നിലയിൽ ഇന്ന് ഇവിടെ മർദ്ദിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തലയ്ക്ക് പരിക്കേറ്റിരിക്കുകയാണ്. അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും മറ്റു നേതാക്കന്മാരെ യാതൊരു കാരണവുമില്ലാതെ ഞാൻ മുമ്പ് പരാമർശിച്ച ഗുണ്ടാസംഘം ഇവിടെ ആക്രമിച്ചിരിക്കുകയാണ്, അക്രമത്തിന് പാത്രമാക്കിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെയും സംഘടനാ നേതൃത്വത്തിന് ഉത്തരവാദിത്തപൂർവ്വം പാർലമെന്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഇതിനുശേഷം ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ഇതിനോടകം തന്നെ അതുമായി ബന്ധപ്പെട്ട് സംഘടനാ നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ചേർത്തുള്ളതിന് എത്രമാത്രം അതിനെ സംബന്ധിച്ചൊക്കെ അതൊക്കെ ദുരാരോപണങ്ങളാണ്. അതിനെ സംബന്ധിച്ചൊക്കെ അത് പറഞ്ഞവരോട് തന്നെ ചോദിക്കുക. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല. അതിനെ സംബന്ധിച്ച് ചില തെളിവുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് സംഘടനാ നേതൃത്വത്തെ അത് ബോധ്യപ്പെടുത്തേണ്ട സമയം വരുന്നതേ ഉള്ളൂ. സ്ക്രൂട്ടിനിയുടെ സമയം വരും. അതിന് ആ സമയത്ത് അത് ബോധ്യപ്പെടുത്തും. അല്ല, അത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ വേണ്ടി ചിലർ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ പറയുകയാണ്.
എല്ലാവരും കൂടെ നടക്കുമല്ലോ. അവിടെയാണ് അവൻ ജോർജിനെയൊക്കെ പറഞ്ഞത് നീ ഓട്ടുകാരി കൂടെ വാടാ നീ വെല്ലു വിളിച്ചു നീ അന്ന് നമുക്ക് എഴുതി വെച്ചേട്ടാ ഇപ്പൊ ചാട്ടാടിയ ഇത്ര പേരെ കൊന്നിട്ട് തീർക്കാനായിട്ട് ആവശ്യമായി. പിന്നെ കണ്ടോളാം ആരെന്ന് പറയുന്നത് അറിയാമോ? കയ്യാമത്തിന് കൈകൾ നീട്ടിയ ഉക്കുമരത്തിൽ തലകാട്ടി ഒന്നെഞ്ചിന് ചോര കൊടുത്ത യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം
പിന്നെ ഡൽഹി വിളിക്കണം നീ അന്ന് നമുക്ക് കാണാൻ ഇന്ന് നിങ്ങളെ ഞങ്ങൾ സമീപിച്ചു തന്നിട്ടല്ലേ എന്നെ അട്ടയെ പിടിച്ചവനാണെങ്കിൽ എഴുതി വെച്ചേക്കാം നിങ്ങൾ കണ്ടാടി ഇതാണ് മുജീബ് ആളെ നന്നായിട്ട് വിളിക്കാം, അസലായിട്ട് വിളിക്കാം. വീട്ടിൽ Hello.